തൃശ്ശൂരിൽ കൂരിക്കുഴി മച്ചാട് പള്ളിക്കൽ സ്കൂളിൻ്റെ മാനേജറായ വി.സി. പ്രവീൺ 114 അധ്യാപകരിൽ നിന്ന് ഇല്ലാത്ത തസ്തികയിലേക്ക് ലക്ഷങ്ങൾ വാങ്ങിക്കുകയും ₹1 ശമ്പളം കൊടുക്കാതെ അവരെ പെരുവഴിയിലാക്കുകയും ചെയ്ത വാർത്തയോടുകൂടി തുടങ്ങിയ റിപ്പോർട്ടർ SIT വാർത്താ പരമ്പര എയ്ഡഡ് കൊള്ളയിൽ പ്രതികരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വി ശിവൻകുട്ടി, സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ മാനേജർ വി.സി. പ്രവീൺ. അദ്ദേഹമാണ് 114 അധ്യാപകരെ പണം വാങ്ങി നിയമിച്ച് അവരെ ഇപ്പോൾ പെരുവഴിയിലാക്കിയിരിക്കുന്ന ₹1 ശമ്പളം കൊടുക്കാതെ. ഇതുപോലെ 163 അധ്യാപകരാണ് ഈ 3 സ്കൂളുകളിലായിട്ട് ഉള്ളത്. എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതൊരു എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റിൽ നടന്നിട്ടുള്ള കാര്യമാണ്. നിരവധി അധ്യാപകർക്കും അനധ്യാപകർക്കും ഈ ചതിയിൽ ചെന്ന് പെട്ടെന്നുള്ള വിവരം മനസ്സിലായിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ പരാതി ഇപ്പോൾ അന്വേഷണത്തിലാണ്. സ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ട് ഞാൻ നേരിട്ട് തന്നെ ഫോണിൽ സംസാരിച്ചു. ഇന്നിപ്പോൾ ഒരു എയ്ഡഡ് മാനേജ്മെൻ്റ് എന്നുള്ള നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നാലും ശരി തന്നെ ഇത് വളരെ ഗൗരവമുള്ള വിഷയമായിട്ട് തന്നെ ഗവൺമെൻറ് കാണുകയാണ്. ഒരു വൻ ചതിവാണ് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കർശന നടപടികളും സ്വീകരിക്കുന്നതാണ്. ഇതിൽ വേറൊരു കാര്യമുള്ളത്, ഈ 3 സ്കൂളുകളിലായി 221 കുട്ടികളെ ബോഗസായിട്ട്, അതായത് തലയെണ്ണിക്കാൻ വേണ്ടി കാണിച്ചിട്ടുണ്ട്. അത് സൂപ്പർ ചെക്സിൽ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നടപടിയെടുക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇതിനൊക്കെ എതിരായി തുടർച്ചയായി ഇദ്ദേഹം കോടതിയിൽ പോവുകയാണ്. പലപ്പോഴും നമ്മൾ സ്റ്റാൻഡിംഗ് കൗൺസിലിന് കോടതിയിൽ അത് എതിർക്കാനും കഴിയുന്നില്ല. ഇങ്ങനെ നിരന്തരം ഒരു പൊതുശല്യമായി മാറിയ ഒരാൾ ഇപ്പോഴും നമ്മുടെ വകുപ്പിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. ആ തട്ടിപ്പ് ഈ വാർത്ത വരുന്ന ദിവസം വരെ അദ്ദേഹം തുടരുകയും ചെയ്യുകയാണ് ചെയ്തത്. മനുഷ്യൻ ഇത്രയും വലിയൊരു തട്ടിപ്പാണെന്ന് നമ്മളിപ്പോഴാണല്ലോ തിരിച്ചറിയുന്നത്. അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ഗവൺമെൻറ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യും. ഇത്തരം തട്ടിപ്പുകാരെ മാതൃകാപരമായി തന്നെ നടപടി സ്വീകരിക്കുകയും മേലിൽ ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കുന്ന തക്ക രൂപത്തിലുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. ഒറ്റ കാര്യം കൂടി, ഈ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ 6 കോടി രൂപയാണ് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വിജിലൻസിൻ്റെ റിപ്പോർട്ട് നിലവിലുണ്ട്. എന്നിട്ടും അതിലൊരു കാര്യമായ അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ ലാബ് ജീവനക്കാരനാണല്ലോ ഈ വി.സി. പ്രവീൺ എന്ന് പറയുന്ന ആൾ. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം വേണ്ടി വന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പോലീസിനും കൂടെ പരാതി കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും. കൃത്യമായ ഇടപെടൽ ഉണ്ടാകും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പലപ്പോഴായി ഇറക്കിയ ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നുമുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനെയും സർക്കാരിനെയും എല്ലാം പറ്റിച്ചുകൊണ്ട് നിരന്തരം കോടതിയെ സമീപിക്കുന്ന ഒരു പൊതുശല്യം എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇടപെടും, ആവശ്യമെങ്കിൽ കർശനമായ നടപടികളിലേക്ക് സർക്കാർ നീങ്ങും എന്ന് തന്നെയാണ് വി ശിവൻകുട്ടി പറയുന്നത്.